കിണറിനെക്കുറിച്ചൊരു പഠനം. ഇത്ര പേരാണ് നിരന്നിൽ ഇത് താത്തിയത്. അതിൽ ഇത്ര കൊട്ടം മണ്ണുണ്ടായിരുന്നു. അതിനകത്ത് ഇത്ര വലിപ്പമുള്ളൊരു പാറക്കഷ്ണമുണ്ടായിരുന്നു. ആ പാറക്കഷ്ണം പൊട്ടിച്ചു മാറ്റുവാൻ ഇത്ര പേരുടെ വേണ്ടി വന്നു. അത് പൊട്ടിച്ചപ്പോൾ ഇത്രയടി കല്ല് കിട്ടി. ഈ പഠനവാക്കാണ്ട് മാറ്റിവെച്ചിട്ട് ഞാൻ പ്രാപിച്ചതെന്താണെന്ന് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞവൾ ആരാണെന്ന് പോലും വിലയിരുത്താതെ പട്ടണം മഹാ അത്ഭുതത്തിലേക്ക് പ്രഭാഷിച്ചു. ഓക്കെ, അവളെക്കുറിച്ചുള്ള ധാരണയൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിയേ. എടി നീ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ വലിയ ആളുകൾ കളിച്ച് വലിയ മാന്യത്തെ കളിച്ച് ഇപ്പോൾ വന്നേക്കുകയാണ്. അവന്മാരൊക്കെ എവിടെയാണ് ഇപ്പോൾ വരാറുണ്ടോ? നോക്കിക്കേ, അവൾ പ്രാപിച്ചിട്ട് ചെന്നപ്പോൾ അവളെക്കുറിച്ച് ജനത്തിനുണ്ടായിരുന്ന ആ ധാരണയ്ക്ക് വരെ മാറ്റം വരുത്തി. പഠിച്ചിട്ട് ചെന്നാൽ കിട്ടില്ല മക്കളെ, കിട്ടത്തില്ല. പ്രാപിച്ചിട്ട് ചെന്നാൽ നിന്നെക്കുറിച്ച് പട്ടണം എഴുതി വെച്ചിരിക്കുന്ന വിധിയുണ്ടല്ലോ, നിനക്കൊരു പേരവർ വെച്ചിട്ടുണ്ടോ, നിൻ്റെ മേലൊരു മുദ്ര അവിടെ കുത്തിയിട്ടില്ലേ. നീ പ്രാപിച്ചിട്ട് ചെന്ന് പട്ടണം ഇളകി വരും. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതായ ഒരു വചനസത്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ സർവശക്തൻ സഹായിച്ചു തോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. വേറിട്ട ചിന്തയുടെ 143 ഈ എപ്പിസോഡ് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യമാണ് എന്ന് ഗ്രഹിച്ച് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരനുഗ്രഹമായി തീരും എന്ന ഉറപ്പോടുകൂടി ഒരു വചനചിന്തയിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോൽ ആത്മാവേ അഭിഷേകം ചെയ്തിടണേ. ഇതൊരു വിമർശനമല്ല, ഒരു നിരൂപണമല്ല. ഈ അന്ത്യകാലത്ത് ആത്മീയ ലോകം മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ നയിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കേണ്ടത് ഈ തലമുറയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യമാണ്. ആ പാട്ടിലെ ഒരു ഭക്തൻ്റെ ആഗ്രഹം കൊള്ളാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആ ആദ്യകാലത്ത് ഒന്നുകിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത്, ഇല്ലെങ്കിൽ എനിക്കും പറയാൻ കഴിയും എൻ്റെ ആ ബാല്യകാലത്ത് ചില ദൈവപ്രവർത്തികൾ കണ്ണാലെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനും അങ്ങനെ ആഗ്രഹിച്ച് പാടുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ് ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ആദിയിൽ എന്ന പോലെ ആത്മാവെ അഭിഷേകം ചെയ്തിടണേ. അപ്പോൾ പ്രശ്നം എങ്ങോട്ട് പോയി? നമ്മുടെ കുഴപ്പമൊന്നുമല്ല. ആദിമ നൂറ്റാണ്ടിലെ പോലെ അത്ഭുതം ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ പ്രശ്നം എവിടെയാ? ആദിയിൽ എന്ന പോൽ ആത്മാവെ അഭിഷേകം ചെയ്തിടണേ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ആ ഭക്തന്മാരുടെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ടല്ലോ, ആ അഭിഷേകം ഇപ്പോൾ ഒന്ന് പകരുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ആദ്യ നൂറ്റാണ്ടിലെ പോലെ അതിശയം ചെയ്യാൻ. പക്ഷെ പ്രശ്നം കിടക്കുന്നത് ആദ്യ നൂറ്റാണ്ടിലെ പോലെ അഭിഷേകം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങളല്ല, ഞങ്ങളുടെ കുഴപ്പമല്ല, അത് അഭിഷേകത്തിൻ്റെ കുഴപ്പമാണ്. അഭിഷേകം ഇച്ചിരി കുറവായിപ്പോയി. അപ്പോൾ ആദ്യകാലത്ത് അവർക്ക് ചെയ്തതുപോലെ, അവരിൽ പകർന്നതുപോലെ, അവരിൽ പ്രവർത്തിച്ചതുപോലെ ആ ആത്മാവ് ഇങ്ങോട്ടൊന്ന് അഭിഷേകമായി ഇറങ്ങി വന്നാൽ ഞങ്ങൾ റെഡിയാണെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ആത്മീയ ലോകത്തെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന മാരകമായ രോഗം എന്താണെന്ന് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്കത് ബോധ്യമായി കിട്ടും. ഞാനതിന് ഉറപ്പ് തരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, വായിക്കുന്ന വചനവും തരുന്ന വിശദീകരണവും ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് വചനവിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സഹോദരനെ എന്ന നിലയിൽ എന്നെ വിളിച്ച് ചോദിപ്പാനോ നിങ്ങൾക്ക് സംസാരിപ്പാനോ ഉള്ള അവകാശം ഉണ്ട്. ഏതു സമയത്തും വിളിച്ചാലും ഫോൺ എടുക്കാം, സംസാരിക്കാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശുവിൻ്റെ വചനം കേട്ടവരിൽ ആ ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും 3 തരം റിസൾട്ടുകൾ വെളിപ്പെട്ടു വന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 1,
അവർ അവൻ്റെ വചനം കേട്ടിട്ട് അവർ വിസ്മയിച്ചു, അതായത് ആശ്ചര്യപ്പെട്ടു. ആ, എന്തൊരു ജ്ഞാനമാ! ശാസ്ത്രം പഠിക്കാത്ത ഇവൻ ഈ ശാസ്ത്രം പഠിച്ചത് എവിടെ നിന്ന്? എന്തൊരു ജ്ഞാനമാണ്! 12-ാം വയസ്സിൽ പോലും താർക്കികന്മാരുടെ ഇടയിൽ നിന്ന് വാക്കുകൾ കൊണ്ട് അവർ ഒതുക്കി നിർത്തി തൻ്റെ വാക്ചാതുര്യം വെളിപ്പെടുത്തിയ, തൻ്റെ അറിവും തൻ്റെ പാണ്ഡിത്യവും വെളിപ്പെടുത്തിയ ഒരു ബാലനായ യേശു. എന്തൊരു ജ്ഞാനമാണ്! അവരാശ്ചര്യപ്പെട്ടു. രണ്ടാമത് ഒരു കൂട്ടം ആളുകൾ, അവർ അവൻ്റെ വചനം കേട്ടു, അവനെ അംഗീകരിച്ചു. കൊള്ളാം, ഇങ്ങനെ വേണം. എത്ര ശാന്തമായ ശൈലിയിൽ, ലളിതമായ ഭാഷയിൽ, തത്വങ്ങൾ നിറഞ്ഞ ഉദാഹരണങ്ങൾ സഹിതം ഏതൊരു മനുഷ്യനും മനസ്സിലാകത്തക്ക നിലയിൽ പ്രസംഗിച്ച ഇവനാണ് യഥാർത്ഥ പ്രസംഗികൻ. അവർ അംഗീകരിച്ചു. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ, അവർ അവൻ്റെ വചനം കേട്ടു, അവനിൽ വിശ്വസിച്ചു. കാരണം വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ഫലം പുറത്തു വരണമെങ്കിൽ കേൾക്കുന്നവർ വിശ്വസിക്കണം. അവർ വിശ്വസിക്കണമെങ്കിൽ പറയുന്നവൻ ആത്മശക്തിയാൽ പറയുമ്പോൾ കേൾക്കുന്നവനിൽ അത് വിശ്വാസമുളവായിട്ട് ആ ശക്തി കേൾക്കുന്നവരിൽ പ്രതിഫലിച്ചു വരുന്ന, കേൾക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന, കേൾക്കുന്നവരിൽ മാറ്റങ്ങൾ ഉളവാക്കുന്ന ദൈവശക്തി തിരുവചനത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായി വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ വചനം കേട്ടിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ 3 തര പ്രതിഫലനങ്ങൾ ശ്രദ്ധിക്കുക. 1, ആശ്ചര്യം, കൊള്ളാം, വലിയ ജ്ഞാനം. 2, അവൻ അംഗീകരിച്ചു, കൊള്ളാം, ഇങ്ങനെ വേണം പ്രസംഗികനായാൽ. 3, അവനിൽ വിശ്വസിച്ചു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ദൈവവചന പ്രഘോഷണത്തിൻ്റെ അനന്തരഫലം നാം പ്രതീക്ഷിക്കുന്നത് പ്രസംഗികനെക്കുറിച്ച്, കൊള്ളാം, എന്തൊരു ജ്ഞാനമാണ്, അഗാധമായ പാണ്ഡിത്യം, തൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ കഴിയുകയില്ല എന്ന് പ്രസംഗികനെ പുകഴ്ത്തി പറയുന്ന ഒരു റിസൾട്ടാണോ നമുക്ക് വേണ്ടത്? 2, അത് പ്രസംഗികനെ അംഗീകരിക്കുന്ന ഒരു അനുഭവം. നല്ല ശാന്തമായ ശൈലി, ലളിതമായ ഭാഷ, ആർക്കും മനസ്സിലാകത്തക്ക നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രസംഗികൻ, കൊള്ളാം, അദ്ദേഹത്തെ അംഗീകരിച്ചു. പ്രസംഗിക്കുന്നവൻ തന്നെക്കുറിച്ചുള്ള ഒരു അംഗീകാരമാണോ ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? 3, താൻ ദൈവകൃപയിൽ ആത്മശക്തിയാൽ അഭിഷേകത്തിൻ്റെ നിറവോടുകൂടി ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ടവരിൽ അത് വിശ്വാസം പരിണമിച്ച് അത് ദൈവശക്തിയായി അവരിൽ വെളിപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി അവർ ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഇതിൽ ഏത് റിസൾട്ടാണ് പ്രസംഗികനും യോഗങ്ങൾ സംഘടിപ്പിക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ യോഗങ്ങളിൽ ഈ 3ാമത്തെ റിസൾട്ട് വെളിപ്പെടുന്നില്ല എങ്കിൽ കാരണമെന്താണ് എന്നാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ആരും എന്നോട് പിണങ്ങരുത്. എനിക്ക് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയുകയില്ല. ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. യേശു തൻ്റെ മുന്നിൽ നിന്ന വലിയ ജനങ്ങളെ നോക്കി അവരോട് പല കാര്യങ്ങളും ഉപമകളായി പറഞ്ഞു. കേട്ടവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവർ തനിയെ ഇരുന്നപ്പോൾ ചോദിച്ചു, ഗുരു, അതെന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ മർമ്മം താൻ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ രഹസ്യമായി ചേർന്നിരുന്ന് ചോദിക്കുന്നതെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന മർമ്മങ്ങളും രഹസ്യങ്ങളുമാണ് തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ യേശു അതിനെക്കുറിച്ച് പറഞ്ഞതോ, സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് വരം ആണ് എന്നുള്ള കാര്യം മറക്കരുത്.
കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഏതോ ഒരു സ്നേഹിതൻ, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ വാക്കുകളും തൻ്റെ ആഗ്രഹങ്ങളും തന്നെക്കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തലാണ് എൻ്റെ ഉള്ളിൽ ഉളവാക്കി തന്നത്. എന്നോട് പറഞ്ഞു, സഹോദരന് തിയോളജി പഠിക്കുവാൻ അവസരം ലഭിച്ചാൽ കളയരുത്, അത് പോയി പഠിക്കണം. ആ പ്രിയ സഹോദരൻ എന്നെക്കുറിച്ചുള്ള സ്നേഹത്തിനായി, കരുതലിനായി പ്രിയ സഹോദരൻ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാനൊരു ചെറിയ കാര്യം പറയാം. നിങ്ങളാരും അതിനെ വലിയ നർമ്മമായി കാണണ്ട. അതിനകത്തൊരു മർമ്മം ഉണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിച്ചാൽ അത് നിങ്ങളിൽ ശർമ്മം ഉളവാക്കും. എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായപ്പോൾ ഈ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന പിള്ളേരെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെ ചില ആപ്പുകളുണ്ട്. അത് വിദ്യാർത്ഥികൾ വളരെ ഗുണം ചെയ്യുന്നതാണ്. എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ മോൻ വെറുതെ സെർച്ച് ചെയ്തു. പിന്നെ അവരുടെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല അവരുടെ കോളുകളും വരാൻ തുടങ്ങി. അവരിങ്ങനെ വിളിച്ച് ഭയങ്കര ശല്യമായ നിലയിലാക്കി. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ഫോണിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, ആളുകൾ വന്നാൽ ചോദിച്ചാൽ സംശയം കമൻറ്റിന് മറുപടി കൊടുക്കുന്നത്, ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കുന്നത്, എല്ലാം ഞാൻ ഈ ഒരു ഫോണിൽ തന്നെ ചെയ്യുന്നത്. ഇതിനോടിടയിൽ ഇവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നു. കൂടെ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് അവരുടെ ഒരു ടാബ് വാങ്ങണം, അതിനകത്ത് ഒരു ആപ്പുണ്ട്, അത് പഠനത്തിന് സഹായിക്കുന്നതാണൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഉപദേശം തരികയാണ്. നിങ്ങളുടെ മോനെ പഠിപ്പിക്കണം, അവൻ നല്ല കഴിവുള്ള കുട്ടിയാണ്, അവന് ഉന്നത നിലയിലെത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ, ഞാനത് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും വിളി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ഞാൻ മുന്നമേ ക്ഷമ ചോദിക്കുകയാണ്. ഇതാരും വേദനിപ്പിക്കാനുള്ള ഒരു ആശയമല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ അധികം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ ഒരു മന്ത്രി ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അവനെ അധികം പഠിപ്പിക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞു. പക്ഷേ ഈ കോൾ എൻ്റെ ഫോണിൽ റെക്കോർഡായി പോയായിരുന്നു. ഇത് ഞാൻ എൻ്റെ സ്നേഹിതന് വെറുതെ ഒന്ന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് ഒരു വീഡിയോ ആക്കി ഏതോ ഒരു പേരിൽ നെറ്റിൽ അത് ഇട്ടിട്ടുണ്ട്. മനസ്സിലായി കാണും. എൻ്റെ മോനെ എനിക്കൊരു മന്ത്രിയാക്കണമെന്ന് എന്ന് വിചാരിച്ച് വിദ്യാഭ്യാസമുള്ള മന്ത്രിമാരില്ല എന്നൊരർത്ഥമില്ല. ഈ പ്രാവശ്യം കണ്ടല്ലോ നമ്മൾ കണക്കുകളൊക്കെ വായിക്കുന്നതും, അതും വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ്. സോറി, ഇത് രാഷ്ട്രീയ വിഷയമല്ല. ഞാനൊരാശയം, എല്ലാവർക്കും അറിയാവുന്നതും മനസ്സിലാക്കാൻ കഴിവുള്ളതുമായ ഒരു ആശയം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. അവരുടെയൊക്കെ ആ ഭരണം, അവരുടെയൊക്കെ നിയന്ത്രണം എനിക്കും ഗുണമാണ്. ഒന്നും ദോഷമില്ല, എല്ലാം ഗുണമാണ്. അവരെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഒരു കണക്കൊക്കെ വായിക്കുന്നത് നമ്മൾ കേട്ടല്ലോ. ശരി, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രിയ സഹോദരന് ഞാൻ ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. തിയോളജി അർത്ഥം ദൈവശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്കിനെക്കുറിച്ച് എനിക്കൊരു നിർവചനം തരാമോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ മറുപടി വന്നിട്ടില്ല. ദൈവകൃപയാൽ അനേകരുമായി ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുകയും നല്ല പണ്ഡിതന്മാരടങ്ങിയ ഗ്രൂപ്പിൽ ഞാൻ പലവട്ടം ഞാൻ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, ശാസ്ത്രം എന്ന വാക്കിന് ഒരു നിർവചനം തരാമോ? എന്നിട്ട് വേണമല്ലോ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ നിർവചനം ഞാൻ ഈ വീഡിയോയുടെ ഒടുവിൽ എന്താണ് എന്ന് ഞാൻ ഗ്രഹിച്ച യാഥാർത്ഥ്യം ഞാൻ ചേർക്കുന്നുണ്ട്. ആരും മുൻവിധിയോടുകൂടി വീഡിയോ കേൾക്കരുതേ. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നു, ആത്മീയ ലോകത്തിൽ ആദ്യ നൂറ്റാണ്ടിലെ പോലെ അനുഭവം നടക്കാത്തതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്നാണ് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനതിനകത്ത് ഈ തംബ്ലൈനിലിട്ടിരിക്കുന്ന അവർ ക്യാപ്ഷൻ ശ്രദ്ധിച്ചല്ലോ, ഡിഗ്രി. പ്ലീസ് ദയവായി അത് ചോദിക്കരുത്. ഞാനൊരാശയം നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിനകത്ത് വലിയ മൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കുന്നത്. വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോയാൽ നിങ്ങൾക്കത് ഗുണം അധികമായി വർദ്ധിക്കും എന്ന് വിചാരിച്ച് മനഃപൂർവ്വം വലിച്ചു നീട്ടാനല്ല. ഒരു വയോധികനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് വലിയ ഗ്ലാമറൊന്നുമില്ല, വലിയ പഠനവും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഉപവസിച്ചും പ്രാർത്ഥിച്ചും സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3ാം നിരയിൽപ്പെട്ട ആളാണ്. വലിയ ആശ്ചര്യത്തിൻ്റെ പ്രസംഗമൊന്നും എനിക്കറിയില്ല, ജനങ്ങളിൽ നിന്ന് അംഗീകാരം സ്വീകരിക്കുന്ന ഒരു പ്രസംഗമൊന്നും തനിക്കറിയില്ല. പക്ഷേ താൻ പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവരിൽ ദൈവശക്തിയായി വ്യാപരിച്ച് അവർ വിശ്വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ബൈബിൾ സ്കൂളിൽ പോയി. അദ്ദേഹം പോയി ഒരല്പം കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും ഇച്ചിരി ഗ്രീക്ക് വാക്കുകളൊക്കെ പഠിച്ചു വന്ന്. നല്ല കാര്യം, അറിവ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. എത്രത്തോളം അറിവ് നമ്മൾ സമ്പാദിക്കാമോ അത്രത്തോളം അറിവ് നമ്മൾ നേടണം. അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് ഈ അപ്പച്ചൻ ഈ പഴയ തമ്പരൊക്കെ വെച്ചിരുന്ന് ആ പഴയ പാട്ടൊക്കെ പാടി ഇങ്ങനെ യോഗം നടത്തുമ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഈ സഹോദരൻ വരും ബൈബിൾ കോളേജിൽ നിന്ന്. എന്നിട്ട് പറയും, അപ്പച്ചാ ഈ ശൈലിയൊക്കെ ഒന്ന് മാറ്റണം, പഴയ കാലത്തെ പോലെ ഒന്നും അല്ല ഇന്ന്. നമുക്ക് ഈ തമ്പേരൊക്കെ മാറ്റണം, നമുക്ക് കീബോർഡ് ഡ്രം സെറ്റൊക്കെ വെക്കണം, റിതം പാടൊക്കെ വെക്കണം, നല്ല പുതിയ പാട്ടുകളൊക്കെ പാടണം, നല്ല യുവാക്കളെ നമ്മൾ ഒരു ആകാംക്ഷയിലേക്ക് കൊണ്ടുവരുന്ന വികാരഭരിതരാക്കുന്ന രീതിയിലുള്ളതായ ആ പാട്ടുകളൊക്കെ നമുക്ക് പാടണം. ഇതൊന്നും അപ്പച്ചന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറഞ്ഞ് തന്നെയല്ല അപ്പച്ചാ, ഇന്നത്തെ കാലത്ത് നമ്മൾ കുറഞ്ഞ പക്ഷം ഒരു ഡിഗ്രി, ഒരു BD എങ്കിലും ഇല്ലായെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്നത്? ആ വചനത്തിൻ്റെ ആ ഒരു എന്താണ് ആ വചനം എന്നൊക്കെ നമുക്കത് പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം പണ്ടൊക്കെ BTC വരെയായിരുന്നു, ഇപ്പോൾ അതും പോരാ, BD എങ്കിലും വേണം. അപ്പോൾ അപ്പച്ചൻ്റെ എല്ലാം കേൾക്കും. ഒരു ദിവസം ഞായറാഴ്ച സഭായോഗത്തിൽ ഈ അപ്പച്ചൻ ഈ സഹോദരന് ഒരല്പസമയം വചനം ശുശ്രൂഷിക്കാൻ കൊടുത്തു. സഹോദരൻ ഇതിങ്ങനെ വചനം പറഞ്ഞപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ്റെ ഇങ്ങനെ സ്വോത്രവും അല്ലെങ്കിലൊക്കെ പറയാറുണ്ട്. നല്ല ദൈവസാന്നിധ്യം അവിടെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ശൈലി പറഞ്ഞൊരു പേട്ടുഭൂതം അവിടെ ഇളകി. ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ശേഷം ഭൂതം ഉണ്ടല്ലോ, പേട്ടുഭൂതം. ഒച്ചയിലൊരു അല്ലേൽ കേൾക്കുമ്പോൾ ഇളകണ സാധനം അതിളകിയപ്പോൾ ഈ സഹോദരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സഹോദരൻ അവിടെ ചെന്ന് അതും ഇതും എല്ലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. പേട്ടുഭൂതം പോലും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പച്ചൻ ഈ മോൻ എവിടം വരെ കൊണ്ട് എത്തിക്കും എന്നറിയാൻ വേണ്ടി അപ്പച്ചനും നോക്കിയിരുന്നു. ഒരു കളി നടക്കത്തില്ല. ആരാധനയുടെ സമയം പോകാറായി. ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അവിടെ അടങ്ങ് പിശാചേ. എന്നിട്ട് അടുത്തേക്ക് ചെന്നു. അപ്പച്ചൻ ചെന്നപ്പോൾ, അയ്യോ എൻ്റെ അടുക്കിലേക്ക് വരല്ലേ, എൻ്റെ അടുക്കിലേക്ക് വരല്ലേ, എന്നെ പൊള്ളുന്നു, എന്നെ പൊള്ളുന്നു. അപ്പോൾ ഈ സഹോദരങ്ങൾ നോക്കി നിൽക്കുക, ഇതെന്തേ പൊള്ളുന്നേ? കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭൂതത്തെ ശാസിച്ചു ഇറക്കി വിട്ടു. യോഗം കഴിഞ്ഞപ്പോൾ സഹോദരന് സംശയം, അപ്പച്ചാ അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയല്ലോ, എന്നിട്ട് എന്തുവാണ് ആ പിശാച് മൈൻഡ് ചെയ്തിരുന്നേ? അപ്പോൾ പറഞ്ഞു, മോനെ നിൻ്റെ കയ്യിൽ BD ഉണ്ടായിരുന്നു, പക്ഷെ തീയില്ല. എൻ്റെ കയ്യിൽ BD ഇല്ല, പക്ഷെ തീയുണ്ട്. പിന്നെ മോനെ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞാനിതൊക്കെ കളഞ്ഞേച്ചാൽ ഇങ്ങോട്ട് പോകുന്ന ഈ പരിപാടി തുടങ്ങിയത്. മോൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് മോൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. ഇപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഞാനൊക്കെ പണ്ട് കളഞ്ഞിട്ട് പോകുന്ന സാധനം മോൻ ഇപ്പോൾ പെറക്കിക്കൊണ്ട് പോകുന്നോ? അപ്പച്ചന് BD എന്ന് പറഞ്ഞപ്പോൾ സംഭവം അങ്ങോട്ട് അതുപോലും അറിയത്തില്ല. ഇത് ഒരു ഹാസ്യമായി കാണണ്ട. യെസ്, ഒരു ഹാസ്യമായി കാണണ്ട, ഒരു തമാശ പോലെ നിങ്ങൾ ഏറ്റെടുക്കണ്ട. ആത്മീയ ലോകത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിപ്പാൻ കവർന്നെടുത്ത ആ ക്യാൻസറിൻ്റെ, ആത്മീയത്തിനെതിരെ വന്ന ക്യാൻസറിൻ്റെ ആ അർബുദത്തിൻ്റെ ഓരോ അണുക്കളെയാണ് പിറക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, തിരസ്കരിക്കേണ്ടവർക്ക് തിരസ്കരിച്ച് പോകാം. ഈ പൊട്ടൻ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നവർക്ക് അങ്ങനെയും ചോദിക്കാം. അന്നത്തെ കാലമാണോ പൊട്ട ഇന്നത്തെ കാലമെന്ന് ചോദിക്കുന്നവർക്കും അങ്ങനെ ചോദിക്കാം. പക്ഷെ ഒന്നുണ്ട്, ദൈവവചനത്തിൻ്റെ ശക്തിക്ക് ഇന്നും ഒരു കുറവുമില്ല. വളരെ നിസ്സാരമായി ഞാൻ പറയട്ടെ, ഏതൊരു സംഘടനയുടെയും നിയമാവലി തയ്യാറാക്കുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെയോ കുറഞ്ഞ പക്ഷം നമ്മുടെ ഒരു ക്ലബിൻ്റെ പോലും നിയമാവലി തയ്യാറാക്കുമ്പോൾ ഒടുവിൽ എഴുതി ചേർക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. സംഘത്തിൻ്റെ പുരോഗമനത്തിന് ആവശ്യമെന്ന് തോന്നിയാൽ ഭരണപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയമാവലിക്ക് ഭേദഗതി വരുത്തുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. നിയമങ്ങൾ പഠിച്ച് വിദ്യാസമ്പന്നത നേടി അത്തരത്തിലുള്ള പാണ്ഡിത്യമുള്ള ആളുകളാൽ തയ്യാറാക്കപ്പെട്ട ആ നിയമത്തെ അതിൻ്റെ ഒടുവിൽ കൊണ്ട് എഴുതി നിർത്തിയിരിക്കുന്നത് സംഘത്തിൻ്റെ പുരോഗമനത്തിന്, രാജ്യമാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് ആവശ്യമെന്ന് തോന്നിയാൽ ഭരണപക്ഷത്തിൻ്റെ അനുവാദത്തോടു കൂടി ഈ നിയമാവലിക്ക് ഭേദഗതി വരുത്തുവാനുള്ള അനുവാദം ഉണ്ടായിരിക്കും. എന്നാൽ
ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഇടയന്മാർ മുതൽ അങ്ങേയറ്റം കടലിൽ മീൻ പിടിച്ച് നടന്ന മുക്കുവന്മാർ ഉൾപ്പെടെയുള്ള, എന്നാൽ വൈദ്യ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന വൈദ്യന്മാർ അടക്കമുള്ള ജനങ്ങളാൽ ആത്മപ്രേരണയാൽ എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ഒരു പ്രാചീന ഗ്രന്ഥമായി നിലനിൽക്കുന്നു എങ്കിലും അതിൻ്റെ ഒടുവിൽ എഴുതി വച്ചിരിക്കുന്നത്, കാലം എത്ര മാറിയാലും അങ്ങനെയില്ല, ഞാൻ ചേർത്ത് പറയുകയാണ്, സംസ്കാരം എത്ര ഉയർന്നാലും മനുഷ്യൻ്റെ ചിന്താഗതികളും അവൻ്റെ തത്വചിന്തകളും എത്ര സമ്പന്നമായി മാറിയാലും, ശാസ്ത്രം അതിൻ്റെ ഉയർച്ചയിൽ എത്ര ഉന്നതിയിൽ എത്തിയാലും, ഈ വചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ അതിൽ കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് നീക്കം ചെയ്യുവാനോ അനുവാദം ഇല്ല ഇല്ല ഇല്ല. ഇത് രണ്ട് നിയമങ്ങളാണ്. മറ്റുള്ള എല്ലാ നിയമങ്ങളും, ഈ ലോകത്തിൻ്റെ പണ്ഡിതന്മാരാൽ തയ്യാറാക്കപ്പെട്ട നിയമങ്ങളെല്ലാം കാലാനുസൃതമായി അതിന് മാറ്റത്തിന് വിധേയപ്പെടുത്തുവാനുള്ള അനുവാദം നൽകിക്കൊണ്ടത് അവസാനിപ്പിക്കുമ്പോൾ, പ്രാചീന കാലത്ത് രചിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ലോകം എത്രത്തോളം സംസ്കാരത്തിൻ്റെയും അറിവിൻ്റെയും ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൻ്റെയും ഉന്നതിയിൽ എത്തിച്ചേർന്നാലും ഇതിലെ നിയമങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തരുതെന്ന് പറയുമ്പോൾ, എക്കാലവും പുതുമയോടുകൂടി നിൽക്കുന്ന ഒരു വലിയ നിയമസംഹിതയാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. അതിനകത്തടങ്ങിയിരിക്കുന്ന ദൈവശക്തിയും അതിന് യാതൊരു മാറ്റവും വരത്തില്ല. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, എന്നാൽ ബാല്യകാലത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടു, യുവത്വത്തിലേക്ക് വരുമ്പോൾ താൻ കരുത്തനായി മാറി, വയോധികത്തിലേക്ക് ചെല്ലുമ്പോൾ താൻ വീണ്ടും വീക്കായി, താൻ വീണ്ടും ക്ഷീണിതനായി മാറി. അപ്പോൾ പ്രായം കൂടുന്തോറും ആരോഗ്യനില കുറഞ്ഞു വരുന്നു, ശക്തിയും ബലവും കുറഞ്ഞു വരുന്നു. വിശുദ്ധ വേദപുസ്തകം രചിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും കാലത്തിനനുസൃതമായി ക്ഷയിച്ചു പോകുന്ന ശക്തിയല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വചനത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ യേശുവിനെക്കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. എന്താണ് ശാസ്ത്രിമാർ? ഒരു വാക്യമെടുത്താൽ അതിൻ്റെ ഒരു വാക്കെടുത്ത് ആ വാക്കിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിലേതെല്ലാം അർത്ഥങ്ങൾ അതിനുണ്ട്, ഇന്ന സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്നതായി മാറും, എന്നാൽ മറ്റൊരു തന്നെ സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഇന്നതുപോലെയായി മാറും. ഓരോ കുത്തുകളും കോമകളും വ്യാഖ്യാനിച്ച് പഠിച്ച് വാക്കുകളെക്കുറിച്ച് വലിയ ജ്ഞാനം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ശാസ്ത്രിമാരെ പോലെയല്ല അവൻ സംസാരിച്ചത്. ശാസ്ത്രിമാരുടെ വാക്കുകൾ കേട്ടാൽ ആദ്യം പറഞ്ഞതുപോലെ വിസ്മയിച്ചു പോകും. നല്ല ഭാഷാശരിയിൽ അവർ ഉരുവാൻ തുടങ്ങിയാൽ ജനങ്ങൾ അവർ അംഗീകരിക്കാൻ തുടങ്ങും. പക്ഷെ ഇവനാകട്ടെ പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കാണാത്ത പാണ്ഡിത്യമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാത്ത, ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ഒരു അധികാരം പുറപ്പെടുന്നു. എന്തധികാരം? മരിച്ചു കിടന്ന ലാസറിൻ്റെ കല്ലറയിലേക്ക് അവൻ്റെ അധരത്തിൽ നിന്നുള്ള 3 വാക്കുകൾ ചെന്ന് പതിച്ചപ്പോൾ സംഭവിച്ചതെന്താണെന്ന് ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തികൾ നടന്ന, അധികാരത്തിൻ്റെ വാക്കുകൾ ഉരുവിട്ട യേശുവിനെക്കുറിച്ച് പഠിക്കുവാൻ ഇപ്പോൾ ഒരു കൂട്ടർ ശാസ്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുക. അയ്യോ, ഖേദകരം ഖേദകരം ഖേദകരം. ഇപ്പോൾ അതേ പുതിയൊരു സംഭവം ഇറങ്ങിയേക്കുന്നു. യേശു മറിയയുടെ മുലപ്പാൽ കുടിച്ചോ ഇല്ലയോ? എൻ്റെ സഹോദരങ്ങൾ, കുടിച്ചായിരിക്കാം കുടിച്ചില്ലായിരിക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറയാമോ? ഞാൻ പറയുന്നു, യേശു മറിയമിൻ്റെ പാൽ കുടിച്ചു. എന്താ കുഴപ്പം? എന്തുവാ? അല്ല, മറ്റൊരു ദൈവദാസൻ പറഞ്ഞു, അല്ല, അവൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നത് വരെ തൈരും തേനുമാണ് ഭക്ഷിച്ചത്, മറിയുടെ പാൽ കുടിച്ചിട്ടില്ല. ഓ, നല്ലൊരാശയമാണ്. മറിയുടെ പാൽ, മറിയിൽ നിന്ന് മുലപ്പാൽ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് മറിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് സ്ഥാപിക്കാനല്ല അത് കൊണ്ടുവന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, തൈരും തേനും കഴിച്ചില്ലേ? ഈ തൈര് എന്തിൽ നിന്നുണ്ടാക്കുന്നത്? അത് ആടിൻ്റെ പാല്, പശുവിൻ്റെ പാല്, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാല്, എരുമയുടെ പാല്. ഓക്കെ, മറിയിൽ നിന്ന് പാല് കുടിക്കാത്തതുകൊണ്ട് മറിയുമായിട്ട് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ നോക്കിയ വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ, പശുവിൻ്റെ പാല് കുടിച്ചത് നിങ്ങൾ സമ്മതിച്ചല്ലോ, പശുവിൻ്റെ പാലിൽ നിന്നാണ് തൈരുണ്ടായത്. അപ്പോൾ അങ്ങനെയെങ്കിൽ പശുവുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? മറിയുമായിട്ട് യേശുവിന് ബന്ധമില്ല, പശുവുമായിട്ട് ബന്ധമുണ്ട്.
എന്തിനാണ് ഈ കാപഠ്യം നിറഞ്ഞ ജ്ഞാനത്തിൻ്റെ പടികളിലേക്ക് കയറിയിറങ്ങി സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തെ സ്ഥാപിപ്പാനോ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാനോ ശ്രമിക്കുന്ന മൗഢ്യമായ ശ്രമത്തെ പര്യവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരു ആഹ്വാനമാണ് ഈ എപ്പിസോഡ്. അവനവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അവൻ അധികാരമുള്ളവനാട്ടത്തെ ഉപദേശിച്ചത്. ലാസറിൻ്റെ അഴുകിപ്പോയ ശരീരത്തിൽ നടന്ന പ്രവൃത്തിയെക്കുറിച്ച് ശാസ്ത്രത്തിനൊന്ന് വിവരിക്കാമോ? ശാസ്ത്രം എന്താണെന്ന് അതേ അവസാനം ഞാൻ പറയാൻ പോകുന്നു. ഒന്ന് വിവരിക്കാമോ? അല്ല പൊന്നു പണ്ഡിതന്മാരെ, നിങ്ങൾ ഈ ശാസ്ത്രം കൊണ്ടുവന്ന് ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആഹാസ് രാജാവിനോട് യഹോവ പറഞ്ഞു, നീ ഒരു അടയാളം ചോദിച്ചോ. ആഹാസ് പറഞ്ഞു, യഹോവയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. ശരി ആഹാസ്, ഞാനൊരു അടയാളം തരാം. എന്തിന്? നിങ്ങൾക്ക് രാജ്യം തിരികെ തരും, നീതിയുള്ളൊരു ഭരണം നടക്കും, അതിനുള്ളൊരു രാജാവിനെയും നിങ്ങൾക്ക് തരും. എന്താണ് അടയാളം? ഞാൻ തരാൻ പോകുന്ന അടയാളം ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. ശാസ്ത്രം എത്ര തലകുത്തി മറിഞ്ഞാലും, ഞങ്ങളുടെ ശൈലിയാണ്, ക്ഷമിക്കണം, ശാസ്ത്രം എത്ര തലകുത്തി മറിഞ്ഞാലും നടക്കാൻ പോകാത്തൊരു കാര്യം, നടക്കില്ലാത്തൊരു കാര്യം, അഥവാ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കാര്യം, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. പറയൂ ശാസ്ത്രമേ. എന്നോട് തിയോളജി പഠിക്കാൻ പറഞ്ഞ സഹോദരനോട് ഞാൻ ചോദിക്കുന്നു, ശാസ്ത്രത്തിന്, വൈദ്യശാസ്ത്രത്തിന്, എന്നോട് ദൈവശാസ്ത്രം പഠിക്കാനല്ല പറഞ്ഞത്, വൈദ്യശാസ്ത്രത്തിനൊന്ന് പറയാമോ? കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അതിനെ ഒന്ന് നിർവചിക്കാമോ? ബൈബിൾ കോളേജ് പൂട്ടാനൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒന്ന് പറയണം, ശാസ്ത്രത്തിന് പോലും നിർവചിക്കാൻ കഴിയാത്തതും ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ അത്ഭുത ജനനം നടന്നതാണ് യേശു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇന്നാണ് പറയും ക്ലോണിംഗ് ആയിരുന്നു, ടെസ്റ്റ് ട്യൂബ് ശിശുവായിരുന്നു, ഗർഭപാത്രം വാടകയ്ക്കെടുത്തതായിരുന്നു എന്നെല്ലാം പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്തിന് ശാസ്ത്രത്തിനൊരു കാരണവശാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ഭുത ജന്മം കൊണ്ടവനായ യേശുവിൻ്റെ വചനത്തെ പഠിക്കുവാൻ ശാസ്ത്രം അന്വേഷിച്ച് പോകുന്ന ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, എനിക്ക് വേദനയുണ്ട്. ആത്മീയ ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ വേദനയുണ്ട്. 1.5 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ പോയിരുന്നിട്ട് എഴുന്നേറ്റ് പോരുമ്പോൾ തീരുമാനമെടുത്തു പോരുന്നു. എന്ത് തീരുമാനം? പണ്ട് കാലങ്ങളിലൊക്കെ സുവിശേഷ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്നവർ തീരുമാനമെടുക്കുന്നു, ഇന്നു മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന്. ഇപ്പോൾ പല പ്രസംഗങ്ങളും കേട്ട് കഴിയുമ്പോൾ തീരുമാനമെടുത്ത് പോരുന്നു, ഇനി വന്ന് ഇനി മേലാൽ ഇങ്ങോട്ടില്ല. തീരുമാനമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ വേറൊരു സാധനമാണെന്ന് മാത്രം. എന്നാലും സഹോദര ഡേവിഡ് അടിമാലി, ഒരു ഇച്ചിരിയൊക്കെ ഡിഗ്രി വേണം. ഞാനെതിരല്ല. പക്ഷേ എന്താണ് ഡിഗ്രി? നമുക്ക് വചനത്തിൽ ഒരന്വേഷണം നടത്താം. വിശുദ്ധ വേദപുസ്തകത്തിലെ 62-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഫോഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘു ആകുന്നു. എന്താ സഹോദരൻ പറഞ്ഞു വന്ന ആശയവും വായിച്ച വാക്യവും തമ്മിലൊരു ബന്ധമൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. ഈ വാക്യം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ, അതായത് KJV വേർഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു അന്വേഷണം വയ്ക്കാം. ഷുവർലി men of low degree are vanity and men of high degree are a lie. If laid on the balance, they are altogether lighter than vanity. സാമാന്യ ജനം, the men of low degree, അവർ വാനിറ്റിയാണ്, അവർ മായയാണ്, അവർ ലഘുവാണ്. ആര്? ലോ ഡിഗ്രി. എന്നിട്ട് പറയുക the men of high degree, ഉയർന്ന ഡിഗ്രി ഉള്ളവർ, their lie, അവർ ഫോഷ്കാണ് പറയുന്നത്, അവർ നുണയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈ അന്ത്യകാലം എങ്ങോട്ട് നയിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു ഡിഗ്രിക്കാരൻ വരുമ്പോൾ നമ്മൾ അവർക്കൊരു മാന്യത കൊടുക്കും. എന്നാൽ അതിനേക്കാൾ അല്പം കൂടി ഡിഗ്രി വരുമ്പോൾ നമ്മൾ അല്പം കൂടി മാന്യതയാണ് കൊടുക്കുന്നത്. വലിയ ഡിഗ്രി ആണെങ്കിൽ വലിയ മാന്യതയാണ് കൊടുക്കുന്നത്. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, എനിക്ക് മനസ്സിലായ ഭാഷയെ പറയാം, അവന് ചെറിയ ഡിഗ്രി ഉള്ളെങ്കിൽ അവൻ ചെറിയ നുണയാണ് പറയുന്നത്.
അല്ല, അല്പം കൂടി ഉയർന്ന ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ്റെ നുണ അല്പം കൂടി കടുപ്പം കൂടിയ നുണയാണ്. ഒന്ന് ഉന്നതമായ ഉയർന്ന ഡിഗ്രി ആണെങ്കിൽ അവൻ അവൻ പേരും കള്ളത്തരമായിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് സങ്കീർത്തനം പറയുന്നത്. എന്നിട്ട് പറയാണ്, അവരെ ഒരുമിച്ചൊരു ത്രാസിൻ്റെ തട്ടിൽ വെച്ചാൽ ദേ ആർ ഓൾ ടുഗദർ ലൈറ്റർ ദർ വാനിറ്റി. ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചൊരു തട്ടിൽ വെച്ചാൽ, ഒരുത്തൻ താഴ്ന്ന ഡിഗ്രിക്കാരൻ ലോ ഡിഗ്രി, ഒരുത്തൻ ഹൈ ഡിഗ്രി, രണ്ടുപേരെയും കൂടി ത്രാസിൻ്റെ തട്ടിൽ വെച്ചാൽ അവർ മായയേക്കാൾ താഴെയാണെന്ന്. മായ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ആരും പിണങ്ങരുത് കേട്ടോ, എനിക്ക് ഈ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ വേറിട്ട് ചിന്ത തുടങ്ങിയതിന് ശേഷം അനേക കമൻറ്റുകളിലൂടെയും എന്നെ ഫോൺ വിളിച്ച് വെക്കെ ചോദിച്ച പലരുമുണ്ട്, എന്താ ഡിഗ്രി, എവിടെയാണ് പഠിച്ചത്? അതിനെല്ലാവരും ചേർത്ത് ഞാൻ മറുപടിയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഡിഗ്രി എത്രത്തോളം ഉയർന്നതാണോ അത്രത്തോളം നീ കള്ളമാ പറയുന്നത്. കള്ളം 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 വചനം പറയുന്നതാണ്. എന്നാൽ ഒരു നല്ല ഡിഗ്രി ഉണ്ട്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 13-ാം വാക്യം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. ഫോർ ദേ ദാറ്റ് ഹാവ് യൂസ്ഡ് ദ ഓഫീസ് ഓഫ് എ ഡീക്കൺ well gain for themselves a good degree and great boldness in the faith which is in Christ Jesus. ഇവിടെ പറയാണ്, ഒരു ഡീക്കൻ്റെ കാര്യം തനിക്ക് തന്നെ നല്ല തൻ്റെ ശുശ്രൂഷ, തൻ്റെ നിർവഹണങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു നല്ല ഡിഗ്രിയാണ് നിനക്ക് തന്നെ സമ്പാദിക്കുന്നതെന്ന്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നല്ല ഡിഗ്രി ലഭിക്കുന്നത് ഒരു ഡീക്കൻ തൻ്റെ ശുശ്രൂഷകൾ നല്ല നിലയിൽ ചെയ്യണം. ആ നല്ല നിലയിൽ ചെയ്യണമെങ്കിൽ ദൈവം ഏൽപ്പിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ മുഴങ്കാലിൽ ഇരുന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അവൻ തൻ്റെ ശുശ്രൂഷ നല്ല നിലയിൽ ചെയ്യുന്നു. അവൻ തനിക്ക് തന്നെ ഗുഡ് ഡിഗ്രി സമ്പാദിക്കുകയാണ്. നല്ല ഒരു നിലയാണ് താൻ സ്വീകരിക്കുന്നതെന്ന്. അവിടെയാണ് തൻ്റെ ശുശ്രൂഷ താൻ എങ്ങനെ ചെയ്യണം, ഏതു നിലയിൽ ചെയ്യണമെന്നുള്ള ദൈവത്തിൽ നിന്നുള്ളതായ ഗൈഡൻസ്, ദൈവത്തിൽ നിന്നുള്ളതായ ആലോചനകളും പ്രാപിച്ച് അവൻ്റെ ജ്ഞാനവും ആ കൂടെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ തന്നെ തൻ്റെ സംസ്കാരവും മാറുന്നു, തൻ്റെ നിലയും മാറുന്നു. അവൻ നല്ലൊരു ഡിഗ്രി ഹോൾഡർ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവവചനം പറയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു ലോ ഡിഗ്രി എന്ന് പറയുന്നത് വാനിറ്റി, ഹൈ ഡിഗ്രി എന്ന് പറയുന്നത് അത് അത് നുണയാണ്, അത് ഫോഷ്കാണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ വേണ്ടതുപോലെ ചെയ്താൽ, അത് ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ പകർന്നു തരും. അതാണ് ഗുഡ് ഡിഗ്രി എന്ന് ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇനി പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രസ്താവനയിലേക്ക് വരാം. താൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന കൃപാവരങ്ങളിൽ ഒന്നാമത് താൻ സൂചിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വചനം. യെസ്. എന്നാൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത് വാക്ചാതുര്യത്തോടുകൂടി അല്ലാതാനും എന്ന് പറഞ്ഞാൽ, വാക്ചാതുര്യമെന്ന് പറഞ്ഞാൽ ദ വിസ്ഡം ഓഫ് വേർഡ്സ്, വാക്കുകളെക്കുറിച്ചുള്ള ജ്ഞാനം. ഇനിയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ്റെ 2 പ്രസ്താവനകളിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ നിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ആകുവാൻ പാടില്ല. അപ്പുറം പറയുന്നു പരിശുദ്ധാത്മാവ് തരുന്ന കൃപാവരങ്ങളിൽ ഒന്നാമത് ജ്ഞാനത്തിൻ്റെ വചനം. അപ്പോൾ ഇതെങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഒക്കുന്നത്?
ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ഓർക്കാതെയാണോ അവിടെ അങ്ങനെ പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാൽ എഴുതിയിരിക്കുന്ന ദൈവവചനം ഒന്ന് വിരുദ്ധമായി മാറുകയില്ല. ഇല്ല ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവിടെയാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ ഓരോ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ചില വാക്യങ്ങളെ എടുത്ത് വായിക്കാൻ പോവുകയാണ്. പ്രിയ ശ്രോതാക്കൾ വളരെ ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കിയിട്ട് ആത്മീയ ലോകത്തിൽ ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ തടസ്സമായിരിക്കുന്ന രോഗങ്ങളെ തുടച്ചു മാറ്റാൻ ഈ അറിവ് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുകയാണ്, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിച്ചു കളയും. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിച്ചു കളയും. ഏത് ജ്ഞാനം? ഈ ലോകത്തിൻ്റെ ജ്ഞാനം. മനുഷ്യനിവിടെ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ജ്ഞാനമുണ്ടല്ലോ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുമ്പോൾ യവനന്മാർ ജ്ഞാനമാണ് അന്വേഷിക്കുന്നത്. അവർ വലിയ ജ്ഞാനികളാണ്, അവർ സമ്പാദിച്ചു വച്ചിരിക്കുക. അതിനെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന്. അടുത്ത വാക്യം ചോദിക്കുക, ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ശാസ്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്രൈബ്സ്. നമ്മൾ ആദ്യം വായിച്ചല്ലോ, അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരത്തോടു കൂടി അത്രേ ഉപദേശിച്ചത്. ഈ സ്ക്രൈബ്സ് എന്നുള്ള വാക്കിന് സെക്രട്ടറി എന്നൊരർത്ഥം കൂടിയുണ്ട്. സീക്രട്ട് സൂക്ഷിക്കുന്നവൻ. അവനൊക്കെ ജ്ഞാനം വേണം. ഇല്ലാത്തവൻ്റെ കിഴക്ക് ചെന്ന് കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്ററാണല്ലോ, ശുശ്രൂഷകനാണല്ലോ, പ്രാർത്ഥനാ വിഷയമെന്ന നിലയിൽ പറഞ്ഞങ്ങോട്ട് വിട്ടാൽ നേരം പറഞ്ഞ് 5 മിനിറ്റ് ഇത് കഴിയുന്നതിന് മുമ്പ് ലോകം മുഴുവനും, പണ്ടൊക്കെ ഇച്ചിരി ഡിലേ ആയിരുന്നു എത്താൻ. ഇപ്പോൾ ഈ വാട്സപ്പും മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രഹസ്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ലോകം മുഴുവനും എത്തും. സീക്രട്ട് സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം സെക്രട്ടറി. പക്ഷേ അതങ്ങ് നമ്മൾ അങ്ങോട്ട് ഒന്നും പോകുന്നില്ല. പക്ഷേ സ്ക്രൈബ്സ് എന്ന വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ചോദിക്കുക, ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിൻ്റെ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് എന്തുവാ? ജ്ഞാനത്തിൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപകളിൽ ഒന്ന്. ഇപ്പറ പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിപ്പാൻ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അല്ലാതാനും. എന്നിട്ട് പറയുന്നു, അടുത്തതിൽ പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? എങ്ങനെ? 2-3 സംഭവം ഞാൻ ആദ്യം പറഞ്ഞു പോയത് തന്നെ അത് ഉൾപ്പെടുത്തി പറയാം. യേശുവിൻ്റെ ജനനം ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കി മാറ്റിയ ഒരു അത്ഭുത ജനനമായിരുന്നു യേശുവിൻ്റെ ജനനം. 2 ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചീഞ്ഞ് അഴുകിപ്പോയ. കാരണം രക്തത്തിലല്ലയോ ജീവനിരിക്കുന്നത്. ആ രക്തത്തിൻ്റെ തുടിപ്പുകൾ ചലിക്കുവാനുള്ള രക്തം ലാസറിൻ്റെ ശരീരത്തിൽ അഴുകി ജീർണിച്ചിട്ട് ദിവസം 4 ഇനി പുതിയ രക്തം കൊണ്ടുവന്നാൽ ഓക്കെ, പഴയ രക്തം ഒരിക്കലും ഇനി ദ്രാവക അവസ്ഥയിൽ ജീവൻ്റെ തുടിപ്പുകളെ ചലിപ്പിക്കുവാനുള്ള ശേഷി അതിനൊരിക്കലും കിട്ടത്തില്ല. ഇന്നും ശാസ്ത്രത്തിന് അത്ഭുതമായിരിക്കുന്ന വിഷയം. നമ്മുടെ വീട്ടിൽ വെള്ളം കാറ്റുകൊള്ളുന്ന ഫാൻ ഒക്കെ മോട്ടോർ തട്ടിപ്പോയാൽ സമയമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ നന്നാക്കിയെടുത്താൽ മതി. ഇവിടെ ഇതാ, ഹൃദയത്തിൽ ശരീരത്തിനാവശ്യമുള്ള രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം നിലച്ചു പോയിട്ട് ദിവസം 4 അഴുകിപ്പോകാൻ തുടങ്ങി. അതിനെ എങ്ങനെ മടക്കിക്കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു എന്നുള്ളത് എന്നും ശാസ്ത്രത്തിന് അജ്ഞാനമായി കിടക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ ആ യേശുവിൻ്റെ വചനം പഠിപ്പാൻ ശാസ്ത്രത്തിൻ്റെ പുറകെ ഓടുകയാണ്. എന്ത് മൗഢ്യമായ യാത്രയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ യേശു ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കി മാറ്റി. എത്ര കുത്തിപ്പിടിച്ചിരുന്ന് ആലോചിച്ചാലും എൻ്റെ രക്ഷകൻ്റെ ജനനത്തെ കണ്ടുപിടിക്കുവാൻ ശാസ്ത്രമേ നിനക്ക് കഴിയില്ല. പിന്നെ നിനക്ക് കുറേ പരിഹാസങ്ങളും കുറേ കളിയാക്കലുമൊക്കെ പറയാൻ കഴിയുമെന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥ മറുപടിയും കൊണ്ട് വചനത്തിൻ്റെ മുന്നിൽ നിൽക്കുവാനുള്ള നട്ടല് ശാസ്ത്രത്തിന് ഇല്ല. അടുത്തത് പറയും, ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. 1-ാം അധ്യായം 21-ാം വാക്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയിപ്പിക്കാൻ നോക്കുകയാണ്. അയ്യോ, ദൈവം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാ? ശാസ്ത്രീയമായിട്ട് പോവുക സ്ഥാപിക്കാൻ.
മനുഷ്യൻ എങ്ങനെ ജീവൻ വന്നേ പറയാം. എങ്ങനെയാ മറുപടി കൊടുക്കാൻ പോവുക ശാസ്ത്രമായിട്ട്. ഇവിടെ വചനം പറയുന്നത് ഒരുവനെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, മറ്റൊരുവനിൽ ദൈവത്തിലുള്ള വിശ്വാസം ഉളവാക്കുവാൻ നീ ജ്ഞാനം കൊണ്ട് തയ്യാറാകല്ലേ എന്നാണ് വിശുദ്ധ വേദോസ്തം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നവരും കൺവെൻഷന് പ്രസംഗിക്കുന്നവരുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ കൊരിന്ഥലേഖനം എന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒത്തിരി പുസ്തകം അന്വേഷിച്ച് പോകുമല്ലോ, ഒത്തിരി പുസ്തകം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇച്ചിരി അതിൽ കടന്നു പോയാലും നിങ്ങൾ ക്ഷമിക്കണം. ഇതുപോലൊരു വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം കാണുന്നത് പുസ്തകങ്ങളാണ്. ഞാൻ ഓർത്തുപോയി ഇത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ റൂമിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പരിശുദ്ധാത്മാവ് കണ്ടിട്ട് ചിരിക്കുക. എടാ മോനെ, ഈൻ്റെ പറയിരിക്കുന്ന പുസ്തകമുണ്ടല്ലോ, അതിലൊന്നുപോലും പരിശുദ്ധാത്മാവ് എഴുതിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് എഴുതിച്ച പുസ്തകം നിൻ്റെ മുമ്പിലായിരിക്കുന്നത്. പ്രസംഗിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ പറഞ്ഞിരിപ്പില്ലേ, അതാടാ മോനെ പരിശുദ്ധാത്മാവ് എഴുതി. നീ അതിലേക്ക് നോക്ക്. ആ പുറകിരിക്കുന്ന മൊത്തം കള്ളം. നിൻ്റെ അടുത്ത് എത്ര പുസ്തകമുണ്ട്? അത്രയും കള്ളത്തരം. കുറവാണോ? കുറച്ച് കള്ളത്തരമുള്ളൂ. ഏത്? ദ മാൻ ഓഫ് ഹൈ ഡിഗ്രി ആർ ലൈ. പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. അരക്കപ്പണങ്ങിയാലും പറയും. എന്നോട് ഒരു ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം കിട്ടുമോ? എൻ്റെ മുറിക്ക് അത് സൗകര്യം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പ്ലാറ്റ്ഫോം? ഇഷ്ടം പോലെ സൗകര്യം, അത്യാവശ്യത്തിന് ചെറിയ മുറിയാണേലും ഇവിടെ ഒന്ന് ചെയ്യാമല്ലോ. അതൊക്കെ ദൈവം മനസ്സറിഞ്ഞ് വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയൊക്കെ വേണമെങ്കിൽ അംഗീകരിക്കുക. ഇല്ലേ, പോടാ പൊട്ടൻ കൊച്ച എന്ന് പറഞ്ഞിട്ട് തട്ടിക്കള, ഒരു സന്തോഷക്കുറവുമില്ല. അപ്പോൾ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. പക്ഷെ പൗലോസ് പറയുക ഭോഷത്വം കൊണ്ടത് കഴിയും. ഇതാരാ ഈ പറയുന്നതെന്നറിയാവോ? പൗലോസിൻ്റെ ചരിത്രമൊക്കെ ശരിക്കും പഠിച്ചയാളാണ്. അന്നത്തെ കാലത്ത് ലഭിക്കാവുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ആൾ പറയുക, മക്കളെ ദൈവകൃപയിലേക്ക് വന്നപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പുസ്തകം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പള്ളേ കളഞ്ഞിട്ടാ മോനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല കേട്ടോ. ജ്ഞാനവും അറിവും എത്രത്തോളം സമ്പാദിക്കാമോ അത്രത്തോളം സമ്പാദിക്കുക. പക്ഷേ നീ വിശ്വസിക്കുന്ന ദൈവത്തെ മറ്റുള്ള ഒരുവൻ്റെ മുന്നിൽ നീ അവതരിപ്പിക്കാൻ ശ്രമിക്കുമെന്നതിൻ്റെ ജ്ഞാനമൊക്കെ എടുത്ത് മാറ്റ്. എന്നിട്ട് നീ പറയുന്ന വചനത്തിലൊരു ശക്തി ഉണ്ടാകട്ടെ, ചലിപ്പിക്കുന്ന ശക്തി, കല്ലായുള്ള ഹൃദയങ്ങളെ ഉടച്ച് തകർക്കുന്ന ശക്തി, നിൻ്റെ മുന്നിൽ മസിൽ പിടിച്ച് നിന്നുകൊണ്ട് നിൽക്കുന്ന തത്വചിന്തകളെ ഉടച്ചു മാറ്റുന്ന അത്യന്ത ശക്തിയായി മാറുവാൻ അവൻ്റെ വചനം ചുറ്റികയായി പ്രവർത്തിക്കുന്ന വചനം, ആ വചനത്തിൻ്റെ ശക്തിയിലേക്ക് കടന്നു വരുവാനാണ് പറയുന്നത്. പിന്നെ അടുത്ത് പറയാണ്, ഈ യഹൂദന്മാർ അടയാളമൊക്കെ അന്വേഷിക്കും, യവനന്മാർ ജ്ഞാനവും അന്വേഷിക്കും. ഞങ്ങൾക്കിതിന് രണ്ടിനും നേരെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കും. കുറേ പാർട്ടികൾക്ക് അടയാളം, അവനത് നടന്നു, ഇവിടെ നടന്നു. എന്തിനാന്നേ ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നേ? ഇത് വിശ്വാസം ഇല്ലാത്തവരാണ്. യേശുവിൻ്റെ നാമത്തിൽ നടക്കിയാണെന്ന് ഇച്ചിരി മുമ്പ് വരെ വിശ്വസിച്ചിരുന്നവൻ ഇപ്പോൾ ഒരു അത്ഭുതം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുക. അതിനെക്കുറിച്ച് ആശയമുണ്ട്, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം നടക്കും, എല്ലാം അത്ഭുതം നടക്കും. അത് യേശുവിനെ എത്ര നാൾ വിശ്വാസം ഇല്ലാത്തവരാണ് ഇപ്പോൾ അത് വലിയ അത്ഭുതമായിട്ടൊക്കെ കാണുന്നത്. അല്ലെന്നേ, അങ്ങനെ യേശുവിൻ്റെ ജനനം തന്നെ അത്ഭുതമാണ്, പിന്നെ പ്രവൃത്തിയുടെ കാര്യം പറയണോ? അപ്പോൾ യഹൂദന്മാർ അടയാളം അന്വേഷിക്കും, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കും. കുറേ ആളുകൾക്ക് സ്റ്റേജ് കിട്ടിയാൽ അത്ഭുതങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കുറേ ആളുകൾക്ക് സ്റ്റേജ് കിട്ടിയാൽ ആ ചിന്തകൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ഗ്രീക്കിൽ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹീബ്രുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഡിക്രോ പിക്രോ പിക്രോ ചിക്രോ എന്നൊക്കെ പറഞ്ഞ് സമയം തള്ളിക്കളഞ്ഞു വിടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. നിങ്ങളുടെ കൂടെയില്ല, അടയാളം അന്വേഷിക്കുന്ന നിൻ്റെ കൂടെയില്ല, ജ്ഞാനത്തിൻ്റെ പുറകെ നടക്കുന്ന നിൻ്റെ കൂടെയില്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. എന്നിട്ട് പറയുകയാണ്, ജാതികൾക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ വീക്ഷണത്തിൽ കാണുന്ന ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് യവനനായിരിക്കണം. അവർക്ക് ഇത് പോഷത്വമാണ്, കാരണം അവർ ഭയങ്കര ജ്ഞാനികളാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയും, ഈ പോട്ടൻ എന്നാ ഈ പറയണേ? കാരണം ഭയങ്കര ഉന്നത വിദ്യാഭ്യാസം നേടിയവരൊക്കെ ഇരുന്ന് കേൾക്കുന്നേ പറയും, ഇവൻ ഈ പോട്ടൻ എന്നാ ഈ പറയണമെന്ന് ചോദിക്കും. എന്നതുപോലെ തന്നെ
പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ യവനാരുടെ ഇടയിലേക്ക് പ്രസംഗിപ്പിക്കുമ്പോൾ അവർ പറയും, എൻ്റെ പൊന്നെ, ഞങ്ങൾ വലിയ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്, നീ എന്ത് ഭോഷത്തെ പറയുന്നേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വിളിക്കപ്പെട്ടവർക്ക് ഇത് ദൈവശക്തിയാണ്. വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, അതാണ് ക്രിസ്തു. അപ്പോൾ ഒരു കൂട്ടർക്ക് ഭോഷത്വമായിരിക്കുന്നതും ഒരു കൂട്ടർക്ക് ഇടർച്ചയായിരിക്കുന്നതും മറ്റൊരു കൂട്ടർക്ക് അത് ദൈവശക്തിയായി വരാനുള്ള കാരണം ഇത് അവരെ അറിയിച്ചവൻ, അവനിൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. അത് കേട്ടവർ ദൈവശക്തിയായി വ്യാപരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുന്നവർ എവിടേക്കാണ് ഇനി യാത്ര ചെയ്യേണ്ടത്? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. വാക്കുകളുടെ ജ്ഞാനമല്ല, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജ്ഞാനത്തിൻ്റെ വചനം. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത്, ശലോമോൻ ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ ജ്ഞാനം 10 ജന്മം കൊണ്ട് സമ്പാദിപ്പാൻ കഴിയാത്ത അത്രയ്ക്കും മഹത്കരമായ ജ്ഞാനത്താലാണ് നിറച്ചത്. അത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. ഇവിടെ പറ്റിയ മാരകമായ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, എത്ര ജ്ഞാനം പറഞ്ഞാലും ദരിദ്രൻ്റെ ജ്ഞാനം അവർ കോട്ടിക്കളയുന്നു. നിനക്ക് പണമുണ്ടോ എങ്കിൽ നീ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാം. നിനക്ക് പണമില്ലേ, നീ എത്ര തത്വം പറഞ്ഞാലും അതിന് യാതൊരു മൂല്യമില്ല മകനെ. ഇതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ദയനീയമായൊരവസ്ഥയെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു, നീ സുവിശേഷം പ്രസംഗിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കണം. ആ ജ്ഞാനം കൊണ്ട് നീ ശുശ്രൂഷ ചെയ്യണം. ഇതാണ് പറയുന്നത്. അതിൻ്റെ കാരണമുണ്ട്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ വേണം പ്രശംസിക്കാൻ. നീ പറഞ്ഞത്, പ്രസംഗിച്ചത് എവിടെയെങ്കിലും നല്ല റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നിമിത്തമാണെങ്കിൽ, അത് വന്ന ഒരു ഉറവിടമുണ്ടല്ലോ, അവിടെയാണ് പ്രശംസ പോകേണ്ടത്. ഇന്നിവിടെ സുവിശേഷ യോഗങ്ങളിൽ ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, മറിച്ച് ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. നല്ല കാര്യം, അതൊക്കെ ഒരു പരിധിവരെ നല്ല കാര്യമാണ്. ദൈവം ഓരോരുത്തരെ മാനിക്കുന്ന ഓരോ വേദികളുണ്ടല്ലോ, അതൊക്കെ നല്ല കാര്യമായി തന്നെ ഞാൻ കാണുന്നു. എങ്കിലും ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു എന്ന് മാത്രം. എന്നാൽ അതിന് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നത്. ഈ ജ്ഞാനമൊക്കെ പ്രസംഗിച്ച് ഭയങ്കര പാണ്ഡിത്യമൊക്കെ പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിലാക്കിയിരിക്കണമേ, വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ എന്ന് പറയുന്നൊരു ലേഖനവും അതിന് 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും ഉണ്ടെന്നൊക്കെയുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി അത്രേ ആധാരമായിരിക്കുന്നത്. മനുഷ്യനൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി എങ്ങോട്ടേക്കല്ലേ ഇറങ്ങിത്തിരിക്കുന്നത്? ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ആ മഹാൻ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ശാസ്ത്രം അത് അവിടെ കണ്ടുപിടിച്ചു, ഇവിടെ കണ്ടുപിടിച്ചു. എന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വാഴ കുലയ്ക്കുമ്പോൾ ഈ വാഴയ്ക്ക് സ്വന്തം നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഊന്ന് കൊടുക്കാറുണ്ട്. ആ ഊന്നിൻ്റെ ബലത്തിലാണ് വാഴ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വയമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് ഈ ഊന്ന് കൊടുക്കുന്നത്. ആ ഊന്നിൻ്റെ ബലത്തിൽ വാഴ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ, ഈ ദൈവവചനം അതിൻ്റെ ശക്തി കൊണ്ട് തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ ഊന്ന് കൊടുക്കുക ശാസ്ത്രം. ആ പണ്ഡിതൻ്റെ വാക്കുകളെടുത്ത്, മഹത് വചനങ്ങളെ എടുത്ത് ഊന്ന് കൊടുക്കുക. കാരണം ഇതിന് സ്വന്തം നിൽക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ ത്രാണിയില്ലാത്ത വചനം പ്രസംഗിക്കാൻ പോകല്ലേ. സോറി, പറയാതിരിക്കാൻ തരമില്ല കേട്ടോ. സ്വയമായി നിൽക്കാൻ ത്രാണിയില്ലാത്ത വചനത്തെ ശാസ്ത്രം കൊണ്ടും മഹാന്മാരുടെ വാക്കുകൾ കൊണ്ടും ഊന്നുകൊടുത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ പ്രാസംഗിക നീ മറക്കരുത്, നീ പ്രസംഗിച്ചു വരുന്ന വാഴയ്ക്ക് സ്വന്തമായി നിൽക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ടാണ് മുളയുടെ ഊന്നു കൊടുക്കേണ്ടി വന്നത്. എന്തിന്? നീ വിശ്വസിപ്പിക്കും. ഇവിടെ പറയുന്നത്, ദൈവത്തെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാനുഷിക ജ്ഞാനം കൊണ്ടല്ല, പറയുന്ന വാക്കുകളിൽ ഒരു അധികാരമുണ്ടായിരിക്കണമെന്ന്. അത് പ്രാപിക്കുന്ന കാര്യമാണ്, അത് പഠിക്കുന്ന കാര്യമല്ല, അത് പ്രാപിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പഠിച്ചതൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ,
പിന്നെ റിസൾട്ട് കാണാതിരിക്കുമോ? ആരാണ് പൗലോസിന് മുമ്പിൽ നിൽക്കുന്നത്? പൗലോസ് ഗമാലിയൻ്റെ പാത പിടിച്ചിരുന്ന് കുത്തിപ്പടിച്ചിരുന്ന് പഠിച്ചതൊന്നുമല്ല അങ്ങോട്ട് വിളമ്പി വിട്ടത്. ശമരിയ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഈ ശമരിയക്കാരും യഹൂദരും തമ്മിൽ വലിയ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇവരുടെ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞല്ലോ, നമ്മുടെ പിതാവായ യാക്കോബ്. അപ്പം നമ്മുടെ ആയോ? അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തുവാ? ബന്ധമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. പിന്നെ ഈ കിണറുണ്ടല്ലോ, അത് യാക്കോബിൻ്റെ അല്ലേ? യാക്കോബിൻ്റെ. അത് ഞങ്ങൾക്ക് അറിയത്തില്ല, ചരിത്രമൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ മോളെ ഇത് യാക്കോബിൻ്റെ ആയിരുന്നു. യാക്കോബ് ഇത് മേടിക്കുന്നതിന് മുമ്പ് ഇന്നയാളുടെ കയ്യിലായിരുന്നു. ആണോ? പിന്നെ ഇവിടെ ഇത്ര അടുത്ത ആഴ്ചയിൽ വെള്ളം കിട്ടുമായിരുന്നു. ഈ കിണർ കുത്താൻ ഇത്ര ആൾക്കാർ വന്നു. ഈ വേനൽക്കാലത്ത് ഇതിന് എന്തോരം വെള്ളം പറ്റത്തുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള വെൽ സ്റ്റഡി, നല്ലൊരു പഠനം നടത്തി. മാത്രമല്ല ആരാധന എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എങ്ങനെയെന്നല്ല, അത് എങ്ങനെയാണ് നടത്തേണ്ടതും എവിടെയാണ് നടത്തുന്നതെല്ലാം പഠിപ്പിച്ചു. അപ്പോൾ നല്ലൊരു പഠനം കഴിഞ്ഞിട്ട് നേരെ സ്ത്രീ പട്ടണത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. ആ കിണറുണ്ടല്ലോ, നമ്മൾ വെള്ളം വരുന്ന കിണർ, അത് പണ്ട് യാക്കോബിൻ്റെ ആയിരുന്നു. തന്നെയല്ല, ഈ ശമരിയക്കാരി യഹൂദന്മാർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ട്, അത് അറിയാമായിരുന്നോ? ഞാനിതൊക്കെ നീ ഇതെവിടെ നടിക്കുക പഠിച്ചേ? ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നേ, ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലെല്ലാം ഞാൻ പഠിച്ചു. പക്ഷേ ഈ പഠിച്ചതല്ല പട്ടണത്തിൽ ചെന്ന് വിളമ്പിയത്. ഞാൻ മശിക എന്നു വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. നീ വചനത്തിൽ എന്ത് കണ്ടെത്തി, ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിച്ചു, അത് പങ്കുവയ്ക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ ചെന്ന് കിണറിനെക്കുറിച്ചൊരു പഠനം. ഇത്ര പേരാണ് നിരനിന്നാണ് ഇത് താത്തിയത്. അതിൽ ഇത്ര കൊട്ടം മണ്ണുണ്ടായിരുന്നു. അതിനകത്ത് ഇത്ര വലിപ്പമുള്ളൊരു പാറക്കഷ്ണമുണ്ടായിരുന്നു. ആ പാറക്കഷ്ണം പൊട്ടിച്ചു മാറ്റുവാൻ ഇത്ര പേരുടെ വേണ്ടി വന്നു. അത് പൊട്ടിച്ചപ്പോൾ ഇത്രയടി കല്ല് കിട്ടി. ഈ പഠനവാക്കാണ്ട് മാറ്റിവെച്ചിട്ട് ഞാൻ പ്രാപിച്ചതെന്താണെന്ന് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞവൾ ആരാണെന്ന് പോലും വിലയിരുത്താതെ പട്ടണം മഹാ അത്ഭുതത്തിലേക്ക് പ്രഭാഷിച്ചു. ഓക്കെ, അവളെക്കുറിച്ചുള്ള ധാരണയൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിയേ. നീ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ വലിയ ആൾ കളിച്ച് വലിയ മാന്യത്തെ കളിച്ചിപ്പോൾ വന്നേക്കുകയാണ്. അവന്മാരൊക്കെ എവിടെയാണ് ഇപ്പോൾ വരാറുണ്ടോ? നോക്കിക്കേ, അവൾ പ്രാപിച്ചിട്ട് ചെന്നപ്പോൾ അവളെക്കുറിച്ച് ജനത്തിനുണ്ടായിരുന്ന ആ ധാരണയ്ക്ക് വരെ മാറ്റം വരുത്തി. പഠിച്ചിട്ട് ചെന്നാൽ കിട്ടില്ല മക്കളെ, കിട്ടത്തില്ല. പ്രാപിച്ചിട്ട് ചെന്നാൽ നിന്നെക്കുറിച്ച് പട്ടണം എഴുതി വെച്ചിരിക്കുന്ന വിധിയുണ്ടല്ലോ, നിനക്കൊരു പേരവർ വെച്ചിട്ടുണ്ടല്ലോ, നിൻ്റെ മേലൊരു മുദ്ര അവിടെ കുത്തിയിട്ടില്ലേ. നീ പ്രാപിച്ചിട്ട് ചെന്ന് പട്ടണം ഇളകി വരും. എന്നിട്ട് പറയുക, ഇനി നീ പറയുന്നത് കൊണ്ടൊന്നുമല്ല, ഞങ്ങളിപ്പോൾ ഇതാ കണ്ടിരിക്കുന്നു. ആര്? ശമരിയക്കാർ. അവർ കണ്ടിരിക്കുന്നു. നീ ഞങ്ങൾ വിശ്വസിക്കുന്ന അവൻ ആ പട്ടണത്തെ അങ്ങോട്ട് നയിച്ചതാരാ? പ്രാപിച്ചവൾ. മറക്കരുത്, പഠിച്ചവളല്ല, പ്രാപിച്ചവളാണ് അവരെ നയിച്ചത്. ഞാൻ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നു. വളരെ നാളുകളായിട്ട് ഞാൻ ഷോർട്ടായിട്ടുള്ള വീഡിയോ അരമണിക്കൂർ താഴെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ തരമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വേദനവും വിഷമവും കൊണ്ട് പറഞ്ഞു പോകുകയാണ്. ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നിട്ട് രണ്ടാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ അല്ല, ആത്മാവിൻ്റെയും ദൈവശക്തിയുടെയും പ്രദർശനമത്രേ. പ്രദർശനം. അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന് കാര്യം പറഞ്ഞിട്ട് പോയാൽ പോരെ പാസ്റ്ററെ? ദൈവശക്തിയുടെ പ്രദർശനമത്രേ അവിടെ നടക്കുന്ന. ദൈവശക്തി കേട്ടവരിൽ എങ്ങനെയാണെന്ന് അത് പ്രദർശിപ്പിച്ചു കാണിക്കുന്ന ഒരു ശക്തിയാണ് കേൾക്കുന്നവരിൽ, വിശ്വസിക്കുന്നവരിലേക്ക് വചനത്താൽ ഇറങ്ങി വരുന്നൊരു ശക്തി. അത് ജ്ഞാനത്തിൻ്റെ വശീകരണങ്ങൾ കൊണ്ടല്ല. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി എന്താണ് ശാസ്ത്രം? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം പറയാം. എന്നോട് ദൈവശാസ്ത്രം പഠിക്കാൻ പറഞ്ഞില്ലേ? ഈ മോട്ടർ കറങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ ശാസ്ത്രത്തിന് ഒരിക്കലും ഇങ്ങനെ തോന്നി ഒരു ചിന്ത. ഈ പച്ച ഇരുമ്പിന് ചുറ്റും കോപ്പർ കോയിൽ ചുറ്റിയിട്ട് ഒരു മാഗ്നറ്റ് ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിട്ട് ഈ കോയിൽ ചുറ്റിയ സാധനത്തിന് ആർമച്ചർ എന്ന് പറയും. ഈ ആർമച്ചർ അതിവേഗത്തിലൊന്ന് കറക്കിയാൽ ഒരു പക്ഷേങ്കിൽ ആ കോപ്പറിൽ നിന്ന് വിദ്യുശക്തി വരാൻ സാധ്യതയുണ്ട്. ഒരു ചിന്ത വന്നതാണ് മനസ്സിലേക്ക്, ഒരു നിരൂപണം വന്നങ്ങനെ. അങ്ങനെ നിരൂപണം വന്നാലെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ.
ജനം അംഗീകരിക്കണമെങ്കിൽ അത് നിഗമനത്തിൽ എത്തിച്ചേർക്കണം. ആ തൻ്റെ ഉള്ളിൽ വന്ന നിരൂപണത്തെ നിഗമനത്തിൽ എത്തിച്ചേർക്കുവാനായി താൻ തൻ്റെ നിരീക്ഷണശാലയിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ ചിന്തയിൽ വന്നതുപോലെ പച്ച ഇരുമ്പെടുത്തു നിശ്ചിത അകലത്തിൽ വെച്ചു, കോപ്പർ അതിൽ വൈൻഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ എൻഡുകൾ കൊണ്ട് ഘടിപ്പിക്കുന്നിടത്ത് ഘടിപ്പിച്ചു, ഒരു മാഗ്നറ്റ് നിശ്ചിത അകലത്തിൽ വെച്ചു. അപ്പോൾ ഇത്രയും കാര്യമാണ് തൻ്റെ ചിന്തയിലിരുന്നത്, തൻ്റെ നിരൂപണത്തിലിരുന്ന കാര്യങ്ങളാണ്. ആ സാധനങ്ങളെല്ലാം വെച്ചിട്ട് താൻ ഒരു നിരീക്ഷണം നടത്തി. എന്നിട്ട് കറക്കി നോക്കിയപ്പോൾ അപ്പുറം വൈദ്യുതി വന്നു. യെസ്, അപ്പോൾ തൻ്റെ ആ നിരൂപണം താൻ സ്ഥാപിക്കുക, ഇന്നതുപോലെ ചെയ്താൽ അതിന് വിദ്യുശക്തി കരണ്ട് വരുമെന്ന് താൻ സ്ഥാപിച്ചു. അപ്പോൾ ആ നിരൂപണത്തെ നിഗമനത്തിൽ കൊണ്ടെത്തിക്കുവാൻ താൻ സ്വീകരിച്ച ഉപാധിയാണ് നിരീക്ഷണം. അതിനുള്ള ഇടമാണ് നിരീക്ഷണശാല. അതിൽ താൻ ഉപയോഗിച്ച വസ്തുക്കളാണ് കോപ്പർ, മാഗ്നറ്റ്, പിന്നെ പച്ച ഇരുമ്പ്, പിന്നെ കറക്കുവാനുള്ള ഫോഴ്സ്. ഇത്രയും മാധ്യമങ്ങൾ സ്വീകരിച്ചപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു നിരൂപണം താൻ നിഗമനത്തിൽ എത്തിച്ചേർത്തപ്പോൾ അതിനുവേണ്ടി താൻ സ്വീകരിച്ച ഉപാധിയെ ശാസ്ത്രം എന്ന് പറയുന്നു. ഇതല്ല എങ്കിൽ പ്ലീസ് സഹോദരനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണേ. അങ്ങനെയെങ്കിൽ ദൈവശാസ്ത്രമെന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനായി പ്രിയ പണ്ഡിതന്മാരെ, നിങ്ങളുടെ ഉള്ളിൽ വന്ന നിരൂപണത്തെ നിങ്ങൾക്കത് നിഗമനമാക്കി ഒരു പുസ്തകമാക്കി എന്നൊരു സിലബസാക്കി ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്കത് അടിച്ചേൽപ്പിക്കാനായി നിങ്ങൾക്ക് ധൈര്യമുണ്ടായത് നിങ്ങൾ ഏതു നിരീക്ഷണശാലയിൽ നിരീക്ഷണം നടത്തിയിട്ടാണ്. അതിന് നിങ്ങൾ ഉപയോഗിച്ച നിരീക്ഷണത്തിന് ആവശ്യമായിരുന്ന വസ്തുക്കൾ എന്താണെന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് ഇവിടെ വേറെ വ്യാഖ്യാന ഗ്രന്ഥമൊന്നും എഴുതി വച്ചിട്ടില്ല. നിങ്ങൾ ഏത് ഉപാധി സ്വീകരിച്ചിട്ടാണ്, നിങ്ങളുടെ ഉപാധിയെയാണ് ഞങ്ങൾ ശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ തിയോളജി പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇന്ന വചനം അത് ഇന്നതുപോലെ ആയിരിക്കണം എന്ന് വന്ന നിരൂപണത്തെ നിഗമനത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾ സ്വീകരിച്ച നിരീക്ഷണ മാർഗം ഏതാണെന്ന് പറഞ്ഞു തരിക. അതാണ് ശാസ്ത്രം. നിങ്ങൾ ഏത് ലാബിൽ കയറ്റിയാണ് യേശുവിനെയും ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയൊക്കെ നിരീക്ഷണം നടത്തിയിട്ട് ഒരു വേദശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്ലീസ്, ആരോടുമുള്ള വിദ്വേഷമല്ല. ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാണേ. സഹോദരനോട് വേറൊന്നും തോന്നരുതേ. നിങ്ങൾ ഏത് ഉപാധി സ്വീകരിച്ചിട്ടാണ് നിങ്ങൾ ശാസ്ത്രമുണ്ടാക്കിയത്? സസ്യത്തെക്കുറിച്ചുള്ള പഠനം സസ്യശാസ്ത്രത്തെ ഉളവാക്കി, നക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനം ജ്യോതിശാസ്ത്രം ഉളവാക്കി, ശരീരത്തെക്കുറിച്ചുള്ള പഠനം ശരീരശാസ്ത്രം ഉളവാക്കി. ഇതിനെല്ലാം അവർ ഓരോ ഉപാധികൾ സ്വീകരിച്ചു. ആ ഉപാധിയെയാണ്, ആ മാർഗത്തെയാണ് ഞങ്ങൾ ശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെയും അതിൽ നിധാനമായിരിക്കുന്ന യേശുവിനെയും അതിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയും നിങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞ് ഇതൊരു ശാസ്ത്രമാണെന്ന് പറയുവാൻ നിങ്ങൾ ഉപയോഗിച്ച ഉപാധിയാണെന്ന് എന്തെന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? എന്നോട് തിയോളജി പഠിക്കാൻ പറഞ്ഞ സഹോദര, ഓടരുത്, മറുപടി തരണം. ഈ സഹോദരൻ എന്നും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. കേട്ടിട്ട് നിങ്ങൾ പുച്ഛിക്കേണ്ടവർക്ക് പുച്ഛിക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ വിടിഞ്ഞ് ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തെ പ്രാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അതിന് തയ്യാറായാൽ ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടക്കും. അവരെ കണ്ടിട്ട് വിളിച്ചു പറയും, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നില്ലയോ? ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ആരെയും ആക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ വേദനിപ്പിക്കാനോ അല്ല. വേദനയുടെ നിറവിൽ നിന്ന് പൊന്തി വന്ന വചനപഠന ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പുതിയൊരു ചിന്തയുമായി കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും.